ഇതിനു വേണ്ടിയാണ് നൗഷാദ് കോമാട്ടുചാലിൽ അബ്ദുള്ളയോടൊപ്പം കൂടിയത്. ഇതിനു വേണ്ടിയാണ് നൗഷാദ് പണ്ഡിതന്മാരെ ചീത്ത പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ വളരെ കാലമായി തെറിയൂരി കുഞ്ഞഹമ്മദും നൗഷാദ് കുരുവട്ടൂരിയും കൂടി ചേർന്നുകൊണ്ട് ഒരു കളവ് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ കളവ് ആനവാരി സമദ് പൊളിച്ചെടുക്കുന്നുണ്ട്. അത് കേൾപ്പിക്കാനും പ്രധാനപ്പെട്ട ഒരു ക്ലിപ്പ് അവസാന ഭാഗത്ത് ഞാൻ കൊടുക്കാം. നിങ്ങളെല്ലാവരും അത് കേൾക്കണം, നൗഷാദിന്റെ തനിനിറം മനസ്സിലാക്കണം എന്നുണർത്തിക്കൊണ്ട് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ നുണകൾ ആനവാരി സമദ് പൊളിച്ചെടുക്കുന്നത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നൗഷാദിന്റെ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കാരണം അവർ ആരാണെന്ന് അവൻ തന്നെ തുറന്നു പറയുകയാണ്. അങ്ങനെയാണല്ലോ ചില കള്ളന്മാർ തന്നെയാണെന്നതിന് നമ്മൾ തെളിവ് തേടി പോവേണ്ടി വരില്ല. ആ കള്ളന്മാർ തന്നെ വിളിച്ചു പറയും ഞങ്ങൾ കള്ളന്മാരാണെന്ന്. അത്തരത്തിലുള്ള നൗഷാദ് കുരുവട്ടൂരിയുടെ ഒരു ചെറിയ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ടാകാം നമ്മുടെ തുടക്കം. ഇന്ന് ഗീബത്ത് പറഞ്ഞ് അവാർഡ് കൊടുക്കപ്പെടാൻ അർഹതയുള്ളവരാണ് ഇന്ന് നമ്മൾ ഹക്കിനെതിരെ ശബ്ദിക്കുമ്പോൾ അത് ഗീബത്താക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നൗഷാദ് തന്നെ തുറന്നു പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹക്കിനെതിരെയാണ് നൗഷാദ് അടക്കമുള്ള കുരുവട്ടൂരികൾ സംസാരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഗീബത്തിന്റെ അവാർഡ് നൽകണമെന്നും നൗഷാദ് തന്നെയാണ് സമ്മതിക്കുന്നത്. അത് വാസ്തവമാണെന്നതിന് മറ്റൊരു തെളിവ് ഹാജരാക്കേണ്ടതില്ല. ഇനി നമുക്ക് ആനവാരിയുടെ ആ ക്ലിപ്പ് കേൾക്കാം. ആനവാരി AP ഉസ്താദിനെ വല്ലാതെ തെറി വിളിക്കുന്നുണ്ട്. കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ AP ഉസ്താദിന്റെ പേരിൽ ഇവർ ഇതുവരെ പറഞ്ഞ കള്ളം പൊളിക്കാൻ ആ തെറി കേൾപ്പിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ വേങ്ങരയുടെ പരിസര പ്രദേശങ്ങളിൽ വന്ന് തന്നെ വയോധികന്മാരോ അല്ലെങ്കിൽ വൃദ്ധന്മാരോ അല്ലെങ്കിൽ ഉപ്പൂപ്പമാരോ എന്തോ ആയിക്കോട്ടെ പ്രായമുള്ള ആളുകൾ ഗ്രാൻഡ് മുഫ്തിയായി പറയപ്പെട്ട സ്വന്തം വീട്ടിലുള്ള വാപ്പയെയും മറ്റു മുതിർന്നവരെയും ആനവാരി സമദ് വിളിക്കാറുള്ളത് വയോധികരെന്നും മറ്റുമൊക്കെ ആയിരിക്കാം. ആ സംസ്കാരം ഇവൻ ഇവിടെയും ആവർത്തിച്ചു. വീട്ടിലുള്ള സംസ്കാരം അതവിടെ വെച്ചിട്ട് വേണം പുറത്തിറങ്ങാനെന്ന് സമദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലിദ് സദസ്സുകളെ പേര് സംഘടിപ്പിച്ച വേദികളിൽ എന്താ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ പോലെ തെറി പറയലല്ല അവരുടെ പണി. അവര് മശായിഖന്മാരെ മേഖലയിലേക്ക് മശായിഖന്മാരുടെ നേരെയല്ല വെടിവെച്ചിട്ടുള്ളത്. മൗലിദ് സദസ് എന്ന പേരിൽ ഒരു സദസ് കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെ വെച്ച് തെറി മാത്രം പറയുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളയെ പോലെയുള്ളവർക്കെതിരെയാണ് സുന്നികൾ വെടിവെച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ പറഞ്ഞു പോകുന്നതിന് കസേരയിലൊക്കെ ഇരുന്ന് ഇടം വലം നോക്കി ചിരിച്ച് അതൊക്കെ ഈബത്താണ്, ഗീബത്ത് ത്വരീഖത്താണെന്ന് പറഞ്ഞ് കുലുങ്ങി ചിരിച്ച് പ്രായത്തിന്റെ പക്വതയില്ലാതെ പാണ്ഡിത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ കുഞ്ഞാടുകൾക്ക് തോന്നിയവ പോലെ ആടാനുള്ള അവസരം സൃഷ്ടിച്ചു. പരിശുദ്ധമായ ദീനിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് കോമാട്ടുചാലിൽ കോമാളിയും സമദ് ആനവാരിയും നൗഷാദ് കുരുവട്ടൂരിയും പറഞ്ഞിട്ടുള്ളത്? എല്ലാം പരിശുദ്ധ ദീനിന് എതിരായ വാക്കുകളാണ്. ആ വാക്കുകൾ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനിതുവരെ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെയും പണ്ഡിതന്മാരെയും തെറി വിളിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇതിനൊന്നും ഗ്രാൻഡ് മുഫ്തി പട്ടം പ്രയോഗിക്കരുത്. കിതാബ് ഓതിയോൾക്കും അറിയാം, ഓതാത്ത നാടന്മാർക്കും അറിയും. മുഫ്തി എന്ന് പറഞ്ഞാൽ നാടന്മാർക്ക് പെട്ടെന്ന് തിരിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അവസാനം ഒരു നൂന് കൂടിയ മുഫ്തി എന്ന് പറയും. ഫിത്തിന, ഗ്രാൻഡ് ഫിത്തിന.
ഗ്രാൻഡ് മുഫ്തി എന്നതിനൊക്കെ പേര് വരിക, ഞങ്ങളെ കുറ്റം പറയുന്നു. ആ പ്രസംഗം നടന്നതിന് ശേഷം ഈ പറഞ്ഞ ആളുകൾ തന്നെ വ്യക്തമായിട്ട് പേരൊന്നും പറഞ്ഞിട്ടില്ല, ശരി. പക്ഷെ എല്ലാ ആളുകൾക്കും നിങ്ങൾ അവസരം കൊടുത്തു, ഒരാളെയും തടഞ്ഞു വെച്ചില്ല. പ്രസംഗം തീരുന്നതിൻ്റെ മുമ്പേ മാലപ്പടക്കം പോലെ കേരളത്തിലെയും പുറത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും കുരുവട്ടൂരികൾക്കെതിരിൽ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിസിറ്റി ചെയ്ത് റബീഉൽ അവ്വൽ മുഴുവൻ ഈ രൂപത്തിലുള്ള ചർച്ചകൾക്കും പ്രസംഗങ്ങൾക്കും സംസാരങ്ങൾക്കും ഇട നൽകിയ ഇത് ഏറ്റവും വലിയ ഫിത്നല്ലേ? ഇത് ചെറിയ ഫിത്നല്ല, അത് ഗ്രാൻഡ്. കുരുവട്ടൂരി തറീഖത്തിനെതിരെ ആരെങ്കിലും ശബ്ദിക്കുന്നത് എന്തിന് തടയണം? തെറി പറയുന്നവരാണവർ, അവർ കള്ളന്മാരാകുന്നു, അവർ ദീനിനെതിരായി പറയുന്നവരാണ്, ഇമാമിങ്ങളുടെ കിതാബുകൾ കട്ടുവായിക്കുന്നവരാണ്, ഇമാമിങ്ങളെ പേരിൽ കളവ് പറയുന്നവരാണ് എന്നൊക്കെ തെളിവ് സഹിതം സമർത്ഥിക്കുന്നവരെ എന്തിന് തടയണം? അത് തടയാത്തതിന്റെ പേരിലാണ് സമദ് ആനവാരി ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് ഫിത്നക്കാരനാണ്, അപ്പൂപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചില സെക്കൻഡുകളിൽ മാത്രം ഒതുക്കിയ AP ഉസ്താദിന്റെ ഒരു പ്രഭാഷണമാണ് ഈ സമദ് ആനവാരിയെ പ്രകോപിതനാക്കിയത്. സമദ് തന്നെ പറയുന്നു, റീബത്ത് തരീഖത്ത് എന്ന് AP ഉസ്താദ് പറഞ്ഞതിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് സമദ് AP ഉസ്താദിനെ ഇങ്ങനെ ചീത്ത വിളിച്ചത്? ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് പാതിരാവിന്റെ മറവിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നിങ്ങളുടെ ശൈഖുൽ മശായിഖിനെ തേടി വരാറുണ്ടെന്നും അവിടെ വെച്ചുകൊണ്ട് അവർ കുടിച്ച ബാക്കി ചായ കുടിക്കാറുണ്ടെന്നും അവർക്ക് പൂമാലയിട്ട് കൊടുത്തിട്ടുണ്ടെന്നും പലതവണ പ്രസംഗിച്ചവരാണ് നിങ്ങൾ. അത് കള്ളമാണെന്നാണോ സമദ് ആനവാരി പറയുന്നത്? സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നിങ്ങളുടെ ശൈഖിനെ കാണാൻ വേണ്ടി പാതിരാവിന്റെ മറവിൽ വന്നിട്ടില്ല, പൂമാല ഇട്ടിട്ടില്ല. അതൊക്കെ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ കള്ളങ്ങളായിരുന്നു എന്നാണോ ആനവാരി സമദ് പറയുന്നത്? നിങ്ങളുടെ ശൈഖിന്റെ അടുത്ത് AP ഉസ്താദ് വരാറുണ്ട്, ആ തെളിവ് കാണിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ ശൈഖിന്റെ അടുത്ത് AP ഉസ്താദ് വരുന്ന തെളിവിതാ, അതുകൊണ്ട് തന്നെ അത് കുരുവട്ടൂരികളാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നവരെ ഞങ്ങളെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, നിങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നത്. AP ഉസ്താദ് ഞങ്ങളെ ശൈഖിനെ അംഗീകരിക്കുന്നവരാണെന്ന് തെളിവ് സഹിതം പ്രസംഗിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് AP ഉസ്താദിനെ തെറി വിളിച്ചു? അതിനർത്ഥം നിങ്ങൾ ഇത്രയും കാലം കെട്ടിപ്പടുത്തുയർത്തിയ ഒരു മഹാകളവ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയല്ലേ ചെയ്തിട്ടുള്ളത്? ഇത്രയും ബുദ്ധിശൂന്യരായ മഹാകള്ളന്മാർ കുരുവട്ടൂരികളെ പോലെ ലോകത്ത് വേറെയുണ്ടോ എന്നെനിക്കറിയില്ല. കളവ് പറയുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. ഒരു നാൾ എല്ലാ കളവും വെളിച്ചത്ത് വരുമെന്ന്. ഇനി നമുക്ക് ആ പ്രധാനപ്പെട്ട വോയിസ് ഒന്ന് കേൾക്കാം. അതെ അതെ, മോള് ആ ടെക്സ്റ്റിൽ ഞാൻ അത്രയും രൂക്ഷമായ പദം ഉപയോഗിച്ചത് എൻ്റെ അനുഭവം കൂടി എൻ്റെ മനസ്സിലുണ്ടായിട്ടാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്നും കൂടി പറയാം. ഇവനെ ഞാൻ വിളിച്ചിരുന്നല്ലോ, ഈ ഗ്രൂപ്പിലുള്ള പലരും അതിൽ സാക്ഷിയുമാണ്. വണ്ടിയിൽ വെച്ചാണ് വിളിക്കുന്നത്, ഒരുപാട് ആളുകൾ എല്ലാവരും കേൾക്കുകയാണ് വിളിക്കുന്നത്. ഈ ഗ്രൂപ്പിലുള്ള പലരും അതിന് സാക്ഷിയാണ്. ഇവനെ ഞാൻ വിളിച്ച് ഈ പറയുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയ ആളായിട്ട് ഇങ്ങനെ നമ്മളെ പ്രസ്ഥാനത്തിനെയും ഉസ്താദിനെയും ഒക്കെ സംഘടനയെയൊക്കെ വിമർശിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇവനോട് ഞാൻ പറയാണ്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെയും സംഘടനയൊക്കെ വിമർശനം നിർത്തണം. അതത്ര ആർക്കും ലൈക്കില്ല, താല്പര്യവുമില്ല, ആരും ഇഷ്ടപ്പെടുന്നുമില്ല. അതൊക്കെ എല്ലാവരും ഇപ്പം നിർത്തിയതുമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ സംഘടനയായിട്ടൊരു മസ്ലഹത്ത് ചർച്ച നടത്തിയാൽ നിങ്ങൾ തയ്യാറാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനതിന് മുൻകൈ എടുക്കാം.
നിങ്ങൾ തയ്യാറാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ മറുപടി, ഓ റെഡി, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ 1000 വട്ടം റെഡിയാണ് എന്ന രീതിയിൽ അവൻ സംസാരിച്ചത്. ഇത്രയും താല്പര്യത്തോടു കൂടെ അവൻ പറഞ്ഞത് റെഡിയാണ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ഒരുപാട് പ്രസ്ഥാനത്തിനെയും നമ്മളെ ഉസ്താദുമാരെയും സംഘടനയും ഒക്കെ വിമർശിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും? അണികളുടെ ഇടയിൽ അതൊക്കെ ഇഷ്കാലുണ്ടാകുമല്ലോ, അതൊക്കെ പ്രശ്നമാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവിടെയാണ് ഇവൻ പറഞ്ഞ മറുപടി. അതൊക്കെ തിരുത്തി പറയാനും അല്ലെങ്കിൽ മാറ്റി പറയാനും അല്ലെങ്കിൽ അതിന് തന്നെ മറുപടി പറയാനും എന്നർത്ഥം. എനിക്കത് സാധിക്കും, അതൊക്കെ എനിക്ക് വിട്ടാള് എന്നാ പറഞ്ഞത്. അതൊക്കെ എനിക്ക് വിടി, അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം, അതൊക്കെ സോൾവ് ആക്കാൻ ഞാൻ തന്നെ മതി എന്നിവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാനടക്കം ആ കാറിലുണ്ടായിരുന്ന് കേട്ട് നിൽക്കുന്നവർ അന്തം വിട്ടുപോയി. കാരണം ഇവനെ നമ്മൾ ഉസ്താദുമാരെയും പ്രസ്ഥാനത്തിലൊക്കെ വിമർശിക്കുന്നത് നമ്മളെ പ്രസ്ഥാനവും നമ്മളെ സംഘടനയും ഉസ്താദുമാരൊക്കെ പേച്ചവരാണ്, അല്ല മോശക്കാരാണ് എന്നതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ തിരിച്ചു വരൂലല്ലോ. ഇഖ്ലാസോടുകൂടി അല്ല ഇവന്റെ ഈ പ്രസംഗങ്ങളൊന്നും എന്ന് വളരെ ക്ലിയർ ആണല്ലോ പറഞ്ഞതിൽ നിന്ന്. ഇവന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദുമാരൊക്കെ വിമർശിച്ച് സ്റ്റേജ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് എന്നത് വ്യക്തമാണല്ലോ അതിൽ നിന്ന്. ഞാനത് തിരുത്തി പറഞ്ഞോളാം, അല്ലെ മാറ്റി പറഞ്ഞോളാം എന്നല്ലേ ഇവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ചോദിച്ചു, അല്ല, നിങ്ങളെ ഈ ഹാഫിദ്, ഞാൻ അന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ഹാഫിദ് ഉസ്താദ് എന്ത് ചെയ്യും? ഈ കോമാട്ട് ചാലിൽ അബ്ദുള്ളനെ കുറിച്ചാണ് ചോദിച്ചത്. അയാളെ എന്ത് ചെയ്യും? അയാൾ കൂടെ ആണല്ലോ നിങ്ങളുള്ളത്, അയാളെ രീതിക്കനുസരിച്ച് ആണല്ലോ നിങ്ങൾ ഇപ്പം പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അയാൾ എടുത്ത വഴിക്ക് പറഞ്ഞ എന്താണെന്നറിയോ? ഉസ്താദ് ദിവസം പല പ്രാവശ്യവും പറയാറുണ്ട്, നമുക്ക് സംഘടനയിലേക്ക് തന്നെ തിരിച്ചു പോകണം, ഉസ്താദുമായിട്ട് അങ്ങോട്ട് പോകണം, ഒരു മസ്ലഹത്താണ് നല്ലത് എന്ന് ദിവസം പല പ്രാവശ്യവും പറയാറുണ്ട്. ഉസ്താദിന് അത് വലിയ താല്പര്യമാണ് എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ കോമാട്ട് ചാലിൽ അബ്ദുള്ളക്കും അത് തന്നെയാണ് താല്പര്യം. അപ്പോൾ നമ്മൾ വിമർശിച്ചതൊക്കെയോ? നമ്മളെ ഈ വിമർശിക്കുന്നതൊന്നും ഇവന്റെ ചങ്കിന് താഴെ ഇറങ്ങിയിട്ടൊന്നുമല്ല, വെറുതെ പറയാം. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ മുഴുവൻ വിളിച്ചു പറയേണ്ടി വരുന്നത്, പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവന് അറിയാം നമ്മൾ ഹക്കാണ്, ഹക്കിനെതിരെയാണ് ഇവൻ സംസാരിക്കുന്നത് എന്നത് അന്ന് ഫോൺ ചെയ്തപ്പോൾ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അതിനല്ല ഇപ്പം ഇവൻ ഈ പറഞ്ഞതും ഹക്കിനെതിരെയാണ് ഇവൻ ശബ്ദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ആ സമയത്ത് ഒരു പരിപാടി അതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ, അന്ന് വിളിച്ച അന്നാന്ന് തോന്നുന്നുണ്ട്, പാലക്കാട് ആ ഭാഗത്ത് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ അത് മിതമായ രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് എന്നോട് പറഞ്ഞത്. ആ പരിപാടിയിൽ ഞാൻ മിതമായ രീതിയിൽ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ മസ്ലഹത്തിന് വേണ്ടി ചർച്ചകൾ നടത്തിക്കോളൂ എന്നാ. ഞാനതിന് ശേഷം ഇവൻ്റെ ഉപ്പനെയും വിളിച്ചു, ഇവൻ്റെ വാപ്പനെ ഞാൻ വിളിച്ചു. വാപ്പനെ വിളിച്ച സമയത്തും കിട്ടിയ മറുപടി വളരെ രസാവഹമാണ്. അപ്പം ഇവന് ശരിക്കും മഈശത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ് ഈ പണിയെടുക്കുന്നത് എന്നത് വാപ്പയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതല്ല, ഇവന് വേണ്ടി സംസാരിച്ച വാപ്പയിൽ നിന്ന് ബോധ്യപ്പെടുന്ന വാക്കുകളാണത്. എത്ര കാലാണ് പ്രസ്ഥാനം കുറെ മാറി നിൽക്കാൻ, ഇവനോട് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. 2-3 മാസം ഇവന് സ്റ്റേജും അവസരമൊന്നും, പ്രസംഗിക്കാൻ അവസരമൊന്നും കിട്ടാതായപ്പോൾ വളരെ വിഷമിച്ചു പോയി. ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ സാമ്പത്തികമായി ഒരുപാട് പ്രയാസപ്പെട്ടു പോയി. പിന്നെ എന്താ ചെയ്യുക, ഒരു വഴിയുമില്ലാതായപ്പോൾ ഇവൻ പ്രസംഗത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്, സംഘടനയ്ക്കെതിരെ പ്രസംഗിക്കാൻ ഇറങ്ങിയതാണ് എന്നാ വാപ്പ പറഞ്ഞതാണ്. ഇതിനൊക്കെ സാക്ഷികളുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ മഹ്ശറയിൽ ഇവനൊക്കെ വരുമല്ലോ ചോദ്യം ചെയ്യുന്ന സമയത്ത്, നമ്മളൊക്കെ റബ്ബിൻ്റെ കോടതിയിൽ സാക്ഷിയുമായിരിക്കും. അപ്പോൾ ഈ തലയെക്കെട്ടും കെട്ടി വെള്ള വസ്ത്രം ധരിച്ച് ഇവനെ പോലെയുള്ള ആളുകൾ നമ്മളെ പ്രസ്ഥാനത്തിനെയും ഉസ്താദുമാരെയൊക്കെ വിമർശിക്കുന്നത് എന്തിനാണ് എന്നത് കൃത്യമായി ഞാൻ ബിറബ്ബിൽ കഅബ, സത്യം, ഞാൻ സാക്ഷിയാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് നൗഷാദ്. അത് ത്വരീഖത്തല്ല, തരീഖത്താണ്. ആരും വഞ്ചിതരാവരുതെന്ന് പറയാനുള്ളൂ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.